ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് ഒരു മാല ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ആക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ബീഡും പേസ്റ്റൽ ബീഡാണ്. രണ്ടിൻ്റെയും സൈസ് വരുന്നത് 8mm ആണ്. പിന്നെ യൂസ് ആക്കുന്നതാണ് ഗ്ലാസ് ബീഡ്സിൻ്റെ ബട്ടർഫ്ലൈ ഷേപ്പുള്ള ബീഡ്. ഇനി ഞാൻ എടുക്കുന്നത് എലാസ്റ്റിക് ത്രെഡ് 0.8mm എലാസ്റ്റിക് ത്രെഡാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് സൈസ് അറിയില്ല. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഒരു പേസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അതിലേക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ബീഡ്, വീണ്ടും പേസ്റ്റൽ ബീഡ്, വീണ്ടും ട്രാൻസ്പെറൻറ്റ് ബീഡ്, അതുപോലെ കുറച്ച് ബീഡ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രം വീഡിയോ ഇടാൻ പറ്റില്ല. ഞാൻ തിങ്കാക്കുന്ന എപ്പോൾ വന്നിട്ട് വീഡിയോ ഇടണോ എന്തില്ലാക്കും 2 ദിവസത്തിലൊരിക്കൽ വീഡിയോ ഇടണമെന്ന് മാത്രമോ. എനിക്ക് ക്ലാസ്സിൽ പോയിട്ട് വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനല്ലോ ആകെ മടിയാണ്. അതിനോട് പിന്നെ വീഡിയോ ഞാൻ അധികം എടുക്കില്ല. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബീഡ്സിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇടുന്നതാണ് ബട്ടർഫ്ലൈ ഷേപ്പുള്ള ബീഡ്. എന്നിട്ടായിട്ട് അതിൻ്റെ ശേഷം ഒരു ട്രാൻസ്പെറൻറ്റ്, പേസ്റ്റൽ, ട്രാൻസ്പെറൻറ്റ്, ആ ഒരു രീതിക്ക് 3 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബയ്യോട്ട് ബട്ടർഫ്ലൈ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ടോട്ടൽ 5 ബട്ടർഫ്ലൈ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങളെ ഇഷ്ടത്തിന് നമുക്ക് വേണ്ടത്ര ബീഡ്സ് ഇട്ട് കൊടുക്കുക. എത്ര ലെങ്ത്തിൽ മാല വേണോ ആ ലെങ്ത്തിന് അനുസരിച്ചിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റോപ്പാണ്. അത് വേറെന്തല്ല, എനിക്ക് പെട്ടെന്ന് കാസർഗോഡ് സ്ലാങ് വരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് സ്റ്റോപ്പാക്കുന്നത്. കുറേ ആൾക്കിപ്പോൾ കാസർഗോഡ് സ്ലാങ് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ കാസർഗോഡ് സ്ലാങ് അങ്ങനെ അധികം സംസാരിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ എന്നോട് അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ. ഇപ്പോൾ ആർക്കും ചെറിയ ചെറിയ വരുമാനമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഐഡിയാസൊക്കെ ചെയ്തിട്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കാം. ഇനിയും നല്ല നല്ല ഞാൻ വീഡിയോസ് ഇട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആരും മറക്കണ്ട, എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോ. ഇപ്പോൾ നമുക്ക് വേണ്ടത്ര ലെങ്ത്തിൽ ഞാൻ ഈ ബീഡ്സ് പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പിടിച്ചിട്ട് നല്ല ടൈറ്റിൽ കെട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ട് ബാക്കിയായി വന്ന എക്സസ് ആയിട്ടുള്ളതില്ലേ അതിനെ കട്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കെട്ടിട്ടത് ഒരു ബീഡ്സിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് വെക്കുക. അപ്പോൾ അവിടെ ഒരു കെട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇതാ ഇത്ര തന്നെ മാലയുടെ റെഡിയായി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. ഫോർ മോർ വീഡിയോസ് കോൺടാക്ട് മൈ പേജ്. താങ്ക് യു.